മലപ്പുറത്തെ ഒരു മിടുക്കി കുട്ടിയുടെ സമര പോരാട്ടത്തിൻ്റെ കഥയിലേക്കാണ്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പണ്ടല്ല ഇപ്പോഴും ഒക്കെ രണ്ടു പേർക്കും പെൺകുട്ടികൾക്കൊരു യൂണിഫോം ആൺകുട്ടികൾക്കൊരു യൂണിഫോം അങ്ങനെയാണ് പോകുന്നത്. നമുക്കിപ്പം മറ്റൊരു ആളുടെ ഒരു ആൺകുട്ടിയുടെ യൂണിഫോം ഇട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോൾ നടക്കാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ആഗ്രഹമൊക്കെ വിചാരിച്ചാൽ അതിനെ സാധിച്ചെടുക്കാൻ പറ്റും. അതിന് പ്രായമൊന്നും വലിയ കാര്യമല്ല എന്ന് നമ്മളെ കാണിച്ചു തന്ന തെളിയിച്ചു തന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. മലപ്പുറം മഞ്ചേരിയിലെ 7ാം ക്ലാസ്സുകാരിയായ ജന്നത്ത് സമരവീര ഏറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സ്കൂൾ യൂണിഫോമും ധരിച്ച് ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂളിൽ പോയി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന തന്റെ ആവശ്യം സ്കൂൾ അധികൃതർ വിലക്കിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. ഈ പരാതിയിലൂടെയാണ് പരിഹാരമായത്. പാൻറ്റും ഷർട്ടും ധരിച്ച് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ജന്നത്ത് സമരവീര സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു വരികയാണ്. ഇങ്ങനെ പാൻറ്റും ഷർട്ടും ധരിച്ച് സ്കൂളിൽ പോകാൻ വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു ജന്നത്ത് സമരവീരയ്ക്ക്. തനിക്ക് യൂണിഫോമായി പാൻറ്റും ഷർട്ടും മതിയെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം സ്കൂൾ അധികൃതർ വഴങ്ങിയില്ല. കുട്ടിയുടെ അമ്മ അഡ്വക്കേറ്റ് ഐഷ പി ജമാൽ വിവേചനവും അവകാശ നിഷേധവും ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. മാസങ്ങളെടുത്ത അന്വേഷണ പ്രക്രിയയ്ക്കൊടുവിൽ ജന്നത്തിന്റെ ആവശ്യത്തിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയും നിൽക്കുകയായിരുന്നു. അവിടെ ആൺകുട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്ന അതേ വസ്ത്രം തന്നെ ഇടാനുള്ള ഒരു പെർമിഷന് വേണ്ടി സ്കൂളിലെ അധികൃതരെ സമീപിക്കുന്നത്. പിന്നീട് അവരത് PTA യോഗത്തിൽ വെച്ചു. അത് ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് നമ്മൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. അങ്ങനെയാണ് ഈ ഓർഡർ ലഭിക്കുന്നത്. തന്റെ ഏറെ കാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ഇന്ന് സ്കൂളിലെത്താനായതിനാൽ വലിയ സന്തോഷമുണ്ട് ജന്നത്ത് സമരവീരയ്ക്ക്. ചൂടുകാലത്ത് ഒരിക്കലും കട്ടിയുള്ള കോട്ടും ചുരിദാറിട്ട് പോകാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു വസ്ത്രം ധരിക്കുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. സപ്പോർട്ടീവായിരുന്നു. ചെറിയ ഞെട്ടലുണ്ടായിരുന്നു, എന്നാലും പത്രത്തിലൊക്കെ കണ്ടുവന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട് നിരവധി എതിർപ്പുകൾ ഉയർന്നിട്ടുള്ള കേരളത്തിൽ ജന്നത്ത് സമരവീരയുടെ വിജയം പാരമ്പര്യവാദികൾക്കുള്ള തിരിച്ചടി കൂടിയാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.